ഹായ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ എൻ്റെ ലൈവ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്. ക്രിസ്ത്യാനികളുടെ മുസ്ലിം വിരോധം എന്തുകൊണ്ടുണ്ടായി, എങ്ങനെയുണ്ടായി, ആ വിരോധത്തിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യമെന്ത്, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് ഈ ലൈവിൽ സംസാരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, സ്വന്തം മനസാക്ഷിക്ക് തോന്നുന്നെങ്കിൽ, ഇതിൽ ജാതി മതം നോക്കാതെ, വർഗീയത നോക്കാതെ, മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നല്ല മനസ്സുള്ള ആളുകൾ ഇത് ഷെയർ ചെയ്യുക. കാരണം നമ്മുടെ നാട്, നമ്മുടെ കേരളം വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയപരമായി മനുഷ്യന്മാരെ വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ വളരെ സൗഹൃദത്തിലും സ്നേഹത്തിലും ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലേക്ക് സംഘപരിവാർ ചില അജണ്ടകൾ കടത്തിക്കൊണ്ടുവന്ന് സ്വൈര്യജീവിതം നയിക്കുന്ന സാധാരണപ്പെട്ട ആളുകളെ, അതായത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വേർതിരിക്കുന്ന രീതിയിലുള്ള വർഗീയത ജാതി മതങ്ങൾക്കിടയിൽ കുത്തിക്കയറ്റുകയാണ്. അപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ പ്രിയ ക്രിസ്ത്യൻ സഹോദരന്മാരോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ വർത്തമാനകാല കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളോട്, ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും എല്ലാവരും സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. കുറച്ച് വർഗീയവാദികൾ ഒഴിച്ചു കഴിഞ്ഞാൽ, വർഗീയവാദികൾ കുറച്ചെന്ന് പറയുന്നത് ഈ 3 മതവിഭാഗത്തിലുമുണ്ട്. അവരെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട്, അതായത് ഇപ്പോൾ ഈ BJPയുടെ സംഘപരിവാറുടെ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, മുനമ്പം വിഷയം പറഞ്ഞാൽ മുനമ്പത്തിലുള്ളവർക്ക് നീതി ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും പക്ഷം. മുനമ്പത്തിൽ ഇപ്പോൾ കേന്ദ്രം വഖഫ് ബിൽ പാസ്സാക്കിയതുകൊണ്ട് മുനമ്പത്തിൽ നീതി കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, അതെല്ലാവർക്കും അറിയാം. അതിന് BJP കളിച്ച ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ് ഈ മുനമ്പം വിഷയം. ഒരു 50 പേരെ ക്രിസ്ത്യൻ സഹോദരന്മാരെ BJPയിലേക്ക് ചേർത്തതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ക്രിസ്ത്യാനികൾക്കോ മുസ്ലിങ്ങൾക്കോ ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന ഈ വർഗീയത കേരളത്തിൽ, അതായത് നമ്മുടെ എല്ലാ മതസ്ഥരും ആഘോഷിക്കുന്ന ഓണാഘോഷത്തെ പോലും വാമന ജയതി എന്ന് വിളിക്കാനുള്ള മാനസിക വൈകല്യം പിടിച്ച വിവരം കെട്ടവന്മാരാണ് ഈ സംഘികൾ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടോ? അതായത് കാലാകാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് നമ്മൾ കേരളീയർ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തി അദ്ദേഹം തിരിച്ചു വരുന്ന ഒരു ദിവസമായിട്ടാണ് നമ്മൾ തിരുവോണത്തെ, ഓണാഘോഷത്തെ നമ്മൾ കാണുന്നത്, അല്ലേ? അതിനകത്തൂടെ ജാതിയില്ല, മതമില്ല, വർഗീയതയില്ല. എല്ലാ മതസ്ഥരും ഒരേ മനസ്സോടുകൂടി ആഘോഷിക്കുന്ന ഒരു ആഘോഷത്തെ വാമന ജയന്തി എന്ന് മാത്രം വിളിക്കാനുള്ള മാനസിക വൈകല്യം സംഭവിച്ച, മാനസിക വികൃതമുണ്ടായ ഒരു വിഭാഗം ആരാന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കേ നമുക്ക് പറയാനുള്ളൂ: കേരളത്തിലെ സംഘികൾ. അത് ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന വിവരം കെട്ട ആ സംസ്കാരത്തെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്ന സംഘികൾ. എനിക്ക് അവരോട് അതൊന്നേ പറയാനുള്ളൂ. പക്ഷെ എനിക്ക് ഈ ചോദ്യം ക്രിസ്ത്യൻ സഹോദരന്മാരോട്, ചോദ്യത്തിന് ഞാൻ വ്യക്തമായിട്ടുള്ള തെളിവുകളോട് കൂടിയിട്ട് നിങ്ങൾക്ക്, വിത്ത് എവിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ KCBC എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ സംഘടന അവർ പറഞ്ഞ് കേരളത്തിലെ എല്ലാ MP-മാരോടും വഖഫ് ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ കേന്ദ്രത്തിൽ ശിവസേന അടക്കമുള്ള, ഞാൻ അടിവരയിട്ട് പറയാണ്, ശിവസേന അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ വഖഫ് ബില്ലിനെ എതിർത്ത് വോട്ട് ചെയ്യുകയും ചെയ്തു. 232-ന് 288 എന്ന നിലയ്ക്കാണ് ലോകസഭയിൽ പാസ്സായത്. മനസ്സിലായിട്ടുണ്ടോ? അതായത് ഇന്ത്യയിലെ BJPയേക്കാൾ ഏറ്റവും കൂടുതൽ മുസ്ലിം വിരോധം വെച്ച് പുലർത്തിയിട്ടുള്ള ഒരു വിഭാഗമാണ് ബാൽ താക്കറെ പ്രതിദാനം ചെയ്യുന്ന ശിവസേന അടക്കം ഈ വഖഫ് ബില്ലിനെതിരെ വോട്ട് ചെയ്തു. ഇവിടെയാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ, ഒരു വിഭാഗം ക്രിസ്ത്യാനികൾ, കാസ പോലുള്ള, KCBCയെ പോലുള്ള എന്നും അധികാര സ്ഥാനങ്ങൾക്കൊപ്പം നിന്നിട്ടുള്ള ആളുകൾ. അവർ എന്നും ഇവരെ അധികാരം വേണം. ഇവർക്ക് അധികാരവർഗം ആരാണോ അവരുടെ കൂടെ, ഇവർക്ക് എപ്പോഴും അധികാരം കൈയാളുന്ന ആളുകളുടെ കൂടെ അവർ നിൽക്കുന്ന ആളുകളാണ്. അപ്പൊ അവര് ഇതിനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ട് കേരളത്തിൽ ഒരു MP പോലും വോട്ട് ചെയ്തില്ല. പിന്നെ KM മാണിന്റെ മകൻ വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരണം നടക്കുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ എന്നുള്ള അറിയില്ല. പക്ഷെ ഞാനൊന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഈ ക്രിസ്ത്യാനികളിലെ തീവ്ര മുസ്ലിം വിരോധികളായിട്ടുള്ള ആളുകൾക്ക് ഈ മുസ്ലിങ്ങളോട് വിരോധം വരാൻ മാത്രം
കേരളത്തിലെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തില് ക്രിസ്ത്യൻ സഹോദരന്മാരെ ആക്രമിച്ചതായിട്ടോ ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് നിലകൊണ്ടതായിട്ടോ നിങ്ങൾക്ക് ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ? പക്ഷെ ഇന്ത്യയില് സംഘപരിവാർ സംഘടനകൾ, ഹിന്ദുക്കളല്ലാട്ടോ, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹത്തായിട്ടുള്ള ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ്, നല്ല മനസ്സുള്ള ആളുകളാണ്, വിശ്വസിക്കാൻ കൊള്ളുന്ന ആൾക്കാരാണ് ഹിന്ദുക്കൾ. മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ സംഘികൾ അങ്ങനെയല്ല. അവർ ഹിന്ദുക്കളുടെ അട്ടിപ്പേറാവകാശം ഞങ്ങൾക്കാണെന്ന് പറഞ്ഞ് സ്വയം മേനി നടിച്ചു നടക്കുന്ന ചില ആളുകൾ മാത്രമാണ് സംഘികൾ. അല്ലാതെ സംഘികൾക്ക് ഒരു ക്വാളിറ്റി ഇല്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുകയും ഇന്ത്യൻ ചരിത്രത്തെ വളച്ചൊടുക്കുകയും ഇന്ത്യൻ സംസ്കാരത്തെ ഇല്ലാതാക്കുകയും ചെയ്യാൻ നടക്കുന്ന നെറികെട്ട വർഗമാണ് ഈ സംഘികൾ എന്ന് പറയുന്നത്. അവർക്കും ഹിന്ദുക്കൾക്കുമായിട്ട് യാതൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം നല്ല ഹിന്ദുക്കൾ ഒരിക്കലും മറ്റുള്ളവരുടെ മനസ്സ് വേദനിപ്പിക്കുന്നവരല്ല. അവർ നല്ല വിശാല മനസ്കരാണ്, നല്ല സംസ്കാരത്തിന് ഉടമകളാണ്. അതുകൊണ്ട് താൻ ഈ ചോദിക്കുന്നതിനോട് ഉത്തരം പറ. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു ക്രിസ്ത്യാനിക്കെതിരെ, ഒരു ക്രിസ്ത്യൻ സഹോദരന്മാർക്കെതിരെ, ക്രിസ്ത്യൻ മതസംഘടനകൾക്കെതിരെയോ ക്രിസ്ത്യൻ ആശ്രമങ്ങൾക്കെതിരെയോ ഒരു അക്രമം ഒരു മുസ്ലിം സംഘടനകളോ മുസ്ലിങ്ങളോ ചെയ്തതായിട്ട് തനിക്ക് തെളിയിക്കാൻ പറ്റുമോ? എന്നാൽ ഇന്ത്യയിൽ സംഘപരിവാറുകൾ അനേകായിരം അക്രമങ്ങൾ കഴിഞ്ഞ ദിവസം പോലും 98 ബീഹാറില് ക്രിസ്ത്യൻ പാതിരെയും കുടുംബത്തെയും വണ്ടിയിലിട്ട് ചുട്ടുവന്നതാരാണ്? സംഘപരിവാർ സംഘം, ബജ്രംഗ് ദൾ എന്ന് പറഞ്ഞ സംഘപരിവാർ, അതൊക്കെ നിങ്ങളുടെയൊക്കെ സഹോദര സ്ഥാപനങ്ങളാണ് അല്ലേ, സംഘടനകളാണ്, അവരല്ലേ ചെയ്തത്. എന്നിട്ട് ആ MP ലോകസഭയിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന കാഴ്ച, മോദി ആനയിച്ചു കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കണ്ടു അല്ലേ? അപ്പൊ ഇവിടെ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളോട് വിരോധം വരാൻ കാരണം എന്താണ്? വിഷയം എന്താണ്? ഇപ്പോ ഓർഗനൈസറിൽ കഴിഞ്ഞ ദിവസം അവരുടെ വെബ്സൈറ്റ്, ഒരു സൈറ്റിൽ ഒരു വാർത്ത വന്നു. അത് പിൻവലിച്ചു. കാരണം അത് എല്ലാവരുടെ കയ്യിലും കിട്ടി, അതിന്റെയൊക്കെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാവരുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊരു സൂചന കൊടുത്താണ്, ഞങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട്. മനുസ്മൃതിയിൽ പറയുന്ന പോലെ RSSന്റെ ഒന്നാമത്തെ ശത്രു മുസ്ലിങ്ങള്, രണ്ടാമത്തെ ശത്രു ക്രിസ്ത്യാനികള്, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റുകാരിലെയും ഹിന്ദുക്കളായ കമ്മ്യൂണിസ്റ്റുകാര് നിങ്ങളുടെ ശത്രുക്കളാ. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ ഈ ക്രിസ്ത്യൻ സ്നേഹം ഉണ്ടല്ലോ, ഇപ്പൊ നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെ മാറോട് ചേർത്തടയ്ക്കുന്ന സ്നേഹം, അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അടിവരയിട്ട് പറയാം, കേരളത്തിൽ മാത്രമല്ല, മണിപ്പൂരിൽ എത്ര പാവങ്ങളെ കൊന്നൊടുക്കി, ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ എത്ര പാതിരിമാരെയും കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത്, ഒരിക്കൽ ബീഹാറിൽ കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ഒരു പ്രതിയെ പാലക്കാട് വടക്കഞ്ചേരി കിഴക്കഞ്ചേരിയിൽ നിന്ന് പിടിച്ചിട്ട് പോയത് വർഷങ്ങൾക്ക് ശേഷം. മനസ്സിലായിട്ടുണ്ടോ? എത്ര കേസുകൾ സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് ഇന്ത്യ രാജ്യത്തിൽ? ഏതെങ്കിലും ഒരു കേസ് ഈ ക്രിസ്ത്യൻ സംഘടനകൾക്കെതിരെയോ ക്രിസ്ത്യൻ മിഷണറികൾക്കെതിരെയോ ക്രിസ്ത്യൻ സ്കൂളുകൾക്കെതിരെയോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങൾക്കെതിരെയോ ഒരു അക്രമം ഇവിടുത്തെ മുസ്ലിം സംഘടനകളോ മുസ്ലിം മതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ചെയ്തതായിട്ടോ ഒന്നും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? പക്ഷെ നിങ്ങൾക്ക് ആവശ്യം ഇവിടെ കേരളത്തില് ഏതെങ്കിലും രീതിയിൽ ഒരു അധികാര സ്ഥാനത്ത് നിങ്ങൾക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിലടിച്ചിട്ട് ആട്ടിൻ തോലിട്ട് ചെന്നായ്ക്കളായി മാറാൻ നിങ്ങൾ. കാരണം പാഠം മാറി കുട്ടനെ പണ്ട് 3-ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ച പാഠമില്ല, 6ാമത്തെ പാഠം, 2 ആടുകളെ തമ്മിൽ ഇടിച്ച് നായ ചോര കുടിക്കുന്ന ചെന്നായി. ആ ചെന്നായുടെ സ്വഭാവമാണ് കേരളത്തിൽ ഇപ്പൊ സംഘപരിവാർ സംഘടനകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നേത്യവും ബഹുമാനത്തോട് കാണുന്ന എന്റെ ക്രിസ്ത്യൻ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, ഇവരുടെ ഈ അതിനിവിടെ നിയമമുണ്ട്, ഇവിടെ സർക്കാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മുനമ്പത്തുള്ള ആളുകൾക്ക് നീതി ലഭിക്കുക തന്നെ വേണം. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതാണ്, മനസ്സിലായിട്ടുണ്ടോ? തുടക്കത്തിൽ പറഞ്ഞതാണ്. പക്ഷെ നിങ്ങള് ഇതിനെതിരെ മുതലെടുക്കുകയാണ് ചെയ്തത്. മുതലെടുക്കുക പറഞ്ഞ് നിങ്ങൾക്ക് കേരളത്തിൽ ക്ലച്ച് പിടിക്കാൻ കഴിയില്ല എന്നുള്ളത് നല്ല പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ആശയമുള്ളത് പറയാൻ, എന്ത് രാഷ്ട്രീയമുള്ളത് പറയാൻ, എന്ത് സംസ്കാരമുള്ളത് പറയാൻ, ഇന്ത്യ രാജ്യത്ത് നിന്ന് ഭരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന BJPക്കും അവരുടെ സംഘപരിവാർ സംഘടനത്തിന് എന്ത് രാഷ്ട്രീയ ആശയമുണ്ട്? അവർ ദൈവത്തെ സംരക്ഷിക്കാൻ നടക്കുന്ന ആളുകളെ. ദൈവമാണ് നമ്മളെയൊക്കെ സംരക്ഷിക്കുന്നത്. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് ദൈവം ഞങ്ങളെ സംരക്ഷിക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ദൈവത്തെ സംരക്ഷിക്കുകയും ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ട് സമാധാനത്തോടെ ജീവിക്കുന്ന ജനങ്ങളെ തമ്മിലടിപ്പിക്കുകയും അവർക്കെതിരെ വർഗീയത പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന നെറികെട്ട രാഷ്ട്രീയ പണിയല്ല. അല്ലാതെ അവരുടെ ആശയമുണ്ടോ? അവർക്ക് കോൺഗ്രസിനുള്ള ഒരു ആശയമുണ്ടോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള ഒരു ആശയമുണ്ടോ? ഉണ്ടോ? എന്താശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്? സാധാരണ സമാധാനത്തോടുകൂടിയിരിക്കുന്ന ആളുകളെ വിഭജിച്ചും ഭിന്നിപ്പിച്ചുകൊണ്ടും അല്ലേ
നിങ്ങൾ ചെയ്യുന്നത്? ബ്രിട്ടീഷുകാരുടെ കാല് നക്കിയതിന്റെ പരോപകാരം അവർ പാകിപ്പോയ വിത്തുകളെ മുളപ്പിച്ചെടുത്ത് പടുവൃക്ഷമാക്കി മാറ്റുകൾ നിങ്ങൾ ചെയ്യുന്നത് അല്ലേ? അല്ലേ? അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ എന്ത് രാഷ്ട്രീയം നിങ്ങൾക്ക് പറയാനുണ്ട്? എന്ത് വികസനം നിങ്ങൾക്ക് പറയാനുണ്ട്? രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, ഈ കഴിഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഉണ്ടായിരുന്ന രാജ്യ പുരോഗതിക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ BJP RSS സംഘപരിവാർ സംഘടനകൾ എന്ത് സംഭാവന നൽകിയിട്ട് ഒന്ന് പറയാമോ? ഒന്ന് ചൂണ്ടിക്കാണിക്കാമോ? കഴിയില്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിലെ ഇപ്പൊ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് വർഗീയതയുടെ വിത്ത് പാകിയിടണം. ഇവിടുത്തെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഒരു വർഗീയതയില്ല. മനസ്സിലായിട്ടുണ്ടോ? ഈ പറയുന്ന RSS എന്ന് പറയുന്ന സംഘടന, സംഘപരിവാർ എന്ന് പറയുന്ന സംഘടന വിചാരിച്ചുകൊണ്ടിരുന്ന കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ കഴിയില്ല. കാരണം ഇവിടെയുള്ള ജനങ്ങളുടെ മനസ്സിൽ മതേതര മനസ്സുണ്ട്. കാസയെ പോലുള്ള ഒരു ചെറിയൊരു സംഘടന വിചാരിച്ചുകൊണ്ടൊന്നും ഇന്ത്യ രാജ്യത്തൊന്നും സംഭവിക്കില്ല. 24 കോടിയുള്ള മുസ്ലിങ്ങളും 2 കോടിയുള്ള ക്രിസ്ത്യാനികളും ഇവിടെ ഇന്ത്യന്റെ സാമ്പത്തികമായിട്ട് ഇന്ത്യനെ തകർക്കാൻ മാത്രം കഴിവുള്ള ഒരു ശക്തികളൊന്നുമല്ല. പക്ഷെ നിങ്ങൾ അവരെ ഭയപ്പെടുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുന്നു? കഴിവുള്ളവനെ കാണുമ്പോഴുള്ള ഒരു ഭയമാണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഇന്ത്യ രാജ്യം ഭരിക്കുന്ന മോദിക്കും അവരുടെ പ്രതിജ്ഞാനം ചെയ്യുന്ന BJP എന്ന പാർട്ടിക്കും മതേതരത്വം എന്നൊരു വാക്ക് മാത്രം മതി. ഇന്ത്യയിൽ ചിലപ്പോൾ 100 വർഷം നിങ്ങൾ ഇന്ത്യ രാജ്യം ഭരിക്കും. തീർച്ചയായിട്ടും ഭരിക്കും. കാരണം നിങ്ങളുടെ വർഗീയത മാറ്റി. പക്ഷെ നിങ്ങളത് മാറ്റിവെക്കില്ല. കാരണം നിങ്ങൾക്കത് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ ആശയമില്ലാത്ത അടിസ്ഥാനമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും അവരുടെ അനുബന്ധ സംഘടനകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഘപരിവാർ സംഘടനകളാണ്. അവർക്ക് എപ്പോഴും ഇങ്ങനെ മതസ്പർദ്ധ വളർത്തിക്കൊണ്ടിരിക്കണം, ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കണം. അത് നമ്മൾ ഇന്ത്യ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എനിക്കൊന്ന് ചോദിക്കാം, എന്റെ പ്രിയപ്പെട്ട ക്രിസ്ത്യൻ സഹോദരന്മാരോട് ചോദിക്കാനുള്ളത്, ഈ മുസ്ലിം വിരോധം വരാൻ മാത്രം ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ നിങ്ങൾ എന്ത് ദ്രോഹിച്ചിട്ടുണ്ട്? ഒരു ഉദാഹരണം പറഞ്ഞുതരും. ഒരു ഉദാഹരണം. നിങ്ങൾക്കിടയിലുള്ള സമാധാനം കെടുത്താൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ചെന്നായ്ക്കളാണ് ഇവർ. സമാധാനത്തിന്റെ ആളുകളെന്ന് പറഞ്ഞ ആടിന്റെ തോലണിഞ്ഞ ചെന്നായ്ക്കളാണ് ഇവർ നമ്മളെ തമ്മിൽ അടുപ്പിക്കുകയാണ്. ചോര കുടിക്കാൻ നടക്കുന്ന വർഗമാണ് ഇവർ. നാളെ നിങ്ങൾ തള്ളിപ്പറയും. അതിന്റെ ഒരു സൂചന മാത്രമാണ് ഓർഗനൈസറുകൾ വന്നുള്ള ചർച്ച് ബില്ല്. ഇന്നിപ്പോ ഒരു പള്ളിയിലച്ഛൻ, ഇന്നൊരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിക്കുക തന്നെ വേണം. സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നടക്കുന്ന PC ജോർജിനെ പോലെ കാസയെ പോലുള്ള സംഘടനകളുടെ പുറകെ പറ്റി അവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇവിടുത്തെ മതമേലധ്യക്ഷന്മാരായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തിലെ മതമേലധ്യക്ഷന്മാരായിട്ടുള്ള ആളുകൾ പക്വത പാലിക്കേണ്ടതുണ്ട്. ഒരുപാട് പക്വത പാലിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ടുള്ള ആ വാള് നാളെ നിങ്ങളുടെ നേരെ തിരിയും. സംഘപരിവാർ സംഘടനകളെ വിശ്വസിക്കാൻ കൊള്ളാത്ത സംഘടനകളാണ്. അവർ നിങ്ങൾക്ക് നേരെ തിരിയും. അത് യാതൊരു സംശയവും വേണ്ട. അത് ഇന്ന് പല ക്രിസ്ത്യൻ ബിഷപ്പുമാരും അതിന്റെ മത നേതാക്കന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർക്ക് ശത്രുവിന്റെ ശത്രു മിത്രം എന്നുള്ള ഒരു തന്ത്രമാണ്. ശത്രുവിന്റെ ശത്രു മിത്രം. ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3ാമതും അധികാരത്തിൽ വരുത്താൻ വേണ്ടി BJP തന്നെ പല ശ്രമങ്ങളും ചെയ്യും. കാരണം അവർക്കൊരു അജണ്ടയുണ്ട്, കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളൊരു അജണ്ട. അത് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ CPM-നെ അവരില്ലാതാക്കും. ത്രിപുരയിൽ കണ്ടതാണ്. വെറും 7% ഉണ്ടായിരുന്ന BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 42% അധികാരത്തിൽ കയറുക ചെയ്തത്. മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പൊ മണിപ്പൂരിൽ നിങ്ങളുടെ ഇപ്പൊ ക്രിസ്ത്യൻ സ്നേഹം പറയുന്നുണ്ടല്ലോ, ക്രിസ്ത്യാനികൾക്ക് കേക്ക് കൊണ്ടും തരുന്നുണ്ടല്ലോ, വീഞ്ഞു കൊണ്ടും തരുന്നുണ്ടല്ലോ, പാലും തേനും ഒഴുക്കാന്ന് പറയുന്നുണ്ടല്ലോ. PC ജോർജിനെ പോലുള്ള കരിങ്കാലികൾക്ക് ചേക്കാറാൻ പറ്റിയ സ്ഥലം തന്നെയാണ് BJP. കരിങ്കാലികൾക്ക് ചേക്കാറാൻ പറ്റും. ഈ BJP-യുടെ നേതാക്കൾ ഇന്ന് CK പത്മനാഭൻ ഇന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, BJP ഭയപ്പെടേണ്ട, അത് BJP-യുള്ള കോൺഗ്രസ്സുകാരെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം എന്താണ്? ഈ കോൺഗ്രസ്സുകാരായിക്കോട്ടെ, ഈ PC ജോർജിനെ പോലുള്ള ആളുകളായിക്കോട്ടെ, ഇവരെല്ലാം കരിങ്കാലുകളായിട്ട് BJP-യിൽ ചേക്കേറിയ ആളുകൾ. ഏറ്റവും കൂടുതൽ അഴുക്കുകൾ പോയി കയറുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് BJP-യാണ്. ഏതെങ്കിലും നല്ല പാർട്ടി എന്ന് ആലോചിച്ച് നോക്കുക. അബ്ദുള്ള കുട്ടിയെ പോലുള്ള ആളുകളൊക്കെയല്ലേ അതിന് പോയി ചേക്കേറുന്നത്. ആർക്കും വേണ്ടാണ്ട് കേരളം തുപ്പിത്തൂറി വാരി വലിച്ചെറിഞ്ഞ ആളുകളാണ് BJP-യിലേക്ക് പോരുന്നത്. അല്ലാതെ സംസ്കാരമുള്ള ഏതെങ്കിലും ഒരെണ്ണത്തിന് കാണിച്ചു തരാൻ പറ്റുമോ? ഉണ്ടായിരുന്നു BJP നേതാക്കന്മാർ. O രാജഗോപാലിനെ പോലെയും CK പത്മനാഭനെ പോലെയും നമ്മുടെ വാജ്പേയിനെ പോലെയും. എൽക്കോ അദ്വാനി വർഗീയവാദിയാണെങ്കിലും അദ്ദേഹം ഒരു മിതവാദിയാണ്. മനസ്സിലായിട്ടുണ്ടോ? പക്ഷെ ആ നേതൃത്വമൊക്കെ പോയി. ഇപ്പൊ വർഗീയത മാത്രം പറഞ്ഞ് ജനങ്ങളെ തമ്മിൽ തല്ലിപ്പിച്ച് ജർഗീയ വിഭജന കലാപങ്ങൾ ഉണ്ടാക്കി അധികാരത്തിൽ കയറിയ ആളുകളാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ക്രിസ്ത്യൻ സഹോദരന്മാരോടും ആ സമൂഹത്തോടും പറയാനുള്ളത്,
നിങ്ങൾക്ക് എന്ത് ദ്രോഹമാണ് ഈ പറഞ്ഞ മുസ്ലിം സമുദായം നിങ്ങളുടെ കേരളത്തിൽ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും ഒരു കേസ് പ്രൂവ് ചെയ്യാൻ പറ്റും? ഒരെണ്ണം, ഒരു അടിപിടി പോലും പ്രൂവ് ചെയ്യാൻ പറ്റും വർഗീയപരമായിട്ട്? ഇല്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ വർഗീയത വെച്ച് പുലർത്തുന്നത്? പരസ്പരം സഹോദര മതങ്ങളല്ലേ നിങ്ങൾ? എന്തിനാണ് വർഗീയത വെച്ച് പുലർത്തുന്നത്? ഈ സംഘപരിവാറിനെ വിശ്വസിച്ചിട്ടാണോ? ഒരിക്കലും ഇവരെ വിശ്വസിക്കരുത്. നാളെ നിങ്ങൾക്കെതിരെ തിരിയുന്ന, നിങ്ങൾക്ക് തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളാണ് ഇവര്. ചർച്ച് ബില്ലിന്റെ കാര്യം ഒരു സൂചന മാത്രമായി തന്നാണ്. കാരണം ഇന്ന് ഞങ്ങൾ മാപ്പിളമാരെ തൊട്ടിട്ടുണ്ട്, അടുത്ത നിങ്ങൾ തന്നെയാണ്. ഒന്ന് സൂക്ഷിച്ചോ, ഒരുപാട് നെകളിക്കണ്ട. ഞങ്ങൾ നിങ്ങൾക്ക് തലോടലും താങ്ങലും തലോടലൊക്കെ തരുന്നുണ്ടെങ്കിലും കഴുത്ത് വെട്ടാൻ തയ്യാറായിട്ടാ ഞങ്ങൾ നിൽക്കുന്നതെന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നിങ്ങൾക്ക് അവർ തന്നിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ ബോധമില്ലെങ്കിൽ അധികാരവർഗത്തിന്റെ കൂടെ ചേർന്ന് നിന്റെ അധികാരം പങ്കുപറ്റിയിട്ട് അധികാര സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അവരുടെ പുറകിൽ പോയാൽ ഇവിടുത്തെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത് പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയായിരിക്കും. കാരണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്വത്തുള്ള ഒരു മതമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരൊറ്റ മതമേ ഉള്ളൂ, ക്രിസ്ത്യൻ മതം. ചെറിയ ന്യൂനപക്ഷമായ നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സ്വത്തുള്ളത്, ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളത്, ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലുകളുള്ളത്, ഏറ്റവും കൂടുതൽ ആശ്രമങ്ങളുള്ളത്, ഏറ്റവും കൂടുതൽ മിഷണറീസ് ഉള്ളത് എല്ലാം നിങ്ങൾക്കാണ്. അതിലവർക്ക് നോട്ടമുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള ബൈബിൾ വചനത്തെ ഞാൻ ഉച്ചരിച്ചുകൊണ്ട് പറയുകയാണ്. ഇന്ന് ഞാൻ നാളെ നീ അല്ല, ഇന്ന് നീ അങ്ങനെ ആ ഒരു വചനം ഞാൻ ഉച്ചരിച്ചുകൊണ്ട് പറയുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇന്ന് ഞാൻ നാളെ നീ, അത് മറക്കരുത്. ഇന്ന് വഖഫ് ബില്ലിനെ അനുകൂലിക്കാൻ വേണ്ടി നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ അനുകൂലിക്കാൻ പറഞ്ഞോ, വഖഫ് ബില്ല് നടപ്പിലാക്കിക്കോട്ടെ, കുഴപ്പമില്ല. ഇവിടെ ആർക്കും ഒരു സങ്കടവുമില്ല. പക്ഷെ നിങ്ങൾ അതിനെ വർഗീയമായിട്ട് കാണുമ്പോഴാണ് അവിടെ വിഷയം. ആ കാഴ്ചപ്പാടിൽ നിന്ന് മാറി നിങ്ങൾ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാണുമ്പോൾ ഫാദർ തേലക്കാടിനെ പോലുള്ള നല്ല ബിഷപ്പുമാരും നല്ല മതം നേതാക്കന്മാരും വന്നിട്ട് പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് സത്യങ്ങളുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് വിശ്വസിക്കാൻ കൊള്ളാത്തവരാണ് ഇവർ. ഇവരുടെ കൂടെ കൂടിയിട്ടുള്ള സഖ്യകക്ഷികളെ പോലും നശിപ്പിച്ച് ആ പാർട്ടിയെ പോലും ഇല്ലാണ്ടാക്കുന്ന ആളുകളാണ് ഇവർ. അതായത് കുതിങ്കാല് വെട്ടലില് ഡിപ്ലോമ എടുത്ത, ഡോക്ടറേറ്റ് എടുത്ത ആളുകളാണ് ഇവർ. മനസ്സിലായിട്ടുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ അടുത്തുള്ള ഈ ക്രിസ്ത്യൻ സ്നേഹം ഉണ്ടല്ലോ, അതൊരിക്കലും വിശ്വസിക്കരുത്. അത് സത്യമാണെന്ന് അവർ പറയുകയാണെങ്കിൽ RSSന്റെ മനുസ്മൃതി അവർ തള്ളിപ്പറയണം. അതിലെഴുതിയിട്ടുള്ള ആമുഖ പേജിൽ എഴുതിയിട്ടുള്ള ആ വാക്കുകളുണ്ടല്ലോ, അത് ഇവർ തള്ളിപ്പറയണം. അത് തള്ളിപ്പറയാൻ തയ്യാറായാൽ മാത്രമേ ഇവരെ വിശ്വസിക്കാൻ കൊള്ളുള്ളൂ. മനസ്സിലായോ? അല്ലാത്തടത്തോളം കാലം നിങ്ങൾക്ക് തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വാള് തന്നെയാണ് ഇവരെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 1000 മടങ്ങ് ഞാൻ പറയും, നിങ്ങൾക്ക് തലയ്ക്ക് മുകളിൽ കിടക്കുന്ന വാളാണ്. അതിന്റെ ഒരു സൂചന മാത്രമാണ് ഓർഗനൈസറുടെ സൈറ്റിൽ വന്നിട്ടുള്ള വാർത്ത. അവർ കണക്ക് നേരത്തിട്ടാ പറഞ്ഞത്. ഇവിടുത്തെ വഖഫ് ബോർഡിന്റെ കണക്ക് അവർ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ വഖഫ് ബോർഡിന് എത്ര ആസ്തി ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടില്ല. അവർ പറഞ്ഞത് 7 കോടി ഹെക്ടർ സ്ഥലം ക്രിസ്ത്യാനികൾക്കുണ്ടെന്ന് വ്യക്തമായിട്ടുള്ള കണക്ക് അടിവരയിട്ടിട്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾക്കുള്ളൊരു സൂചനയാണ്. അവർ പിൻവലിച്ചു. അത് സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദം. കേരളത്തിലുള്ള കാസ പോലുള്ള PC ജോർജിനെ പോലുള്ള ക്രിസ്ത്യൻ മേലധ്യക്ഷന്മാരുടെയൊക്കെ ചെമ്പും കിരീടമൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് തൽക്കാലം അതവർ മാറ്റിവെച്ചിരിക്കുകയാണ്. പക്ഷെ ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും ക്രിസ്ത്യൻ മിഷണറിമാരെ ഓടിച്ചിട്ട് അടിക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനൊന്ന് തള്ളിപ്പറയാൻ പോലും നിങ്ങൾ ആദരവപൂർവ്വം കാണുന്ന, മഹാനായി കാണുന്ന പ്രധാനമന്ത്രി പോലും ചെയ്തിട്ടില്ല, അപലപിച്ചിട്ടില്ല. മനസ്സിലായിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ സ്ഥാനമാനങ്ങൾക്കും അധികാരവർഗത്തിന്റെ പുറകെയാണ് എക്കാലത്തും പോയിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടോ? അത് മാത്രമാണ് ലക്ഷ്യം വെച്ച് പോയിട്ടുള്ളെങ്കിൽ നിങ്ങളുടെ ഈ സമുദായത്തിന് സംഭവിക്കാൻ പോണത് വലിയ ദുരന്തമായിരിക്കും. അത് സംഘപരിവാർ നേതൃത്വത്തിൽ നിന്ന് നിങ്ങൾക്ക് കാലം തെളിയിച്ചു തരും. ഒരു സത്യമെന്നുണ്ടല്ലോ, സത്യം, ആ സത്യം നിങ്ങൾക്ക് തെളിയിച്ചു തരും, ഉറപ്പായും തെളിയിച്ചു തരും. അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട വളരെയധികം സ്നേഹത്തോടെ ഞാൻ ക്രിസ്ത്യൻ സമൂഹത്തോടുകൂടി, ക്രിസ്ത്യൻ സഹോദരന്മാരോടുകൂടി പറയുകയാണ്, മതസ്പർദ്ധ വേണ്ട. കാസയെ പോലുള്ള സംഘടനകളെ നിങ്ങൾ വിശ്വസിക്കരുത്. അത് RSSന്റെ ഒരു പുതിയൊരു ഉൽപ്പന്നമാണ്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ സംരക്ഷകരായി നടക്കുന്ന ഈ ഒവൈസിയെ പോലുള്ള ആളുകളുണ്ട്, നോക്കിയിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ സംരക്ഷകരാണ്, മുസ്ലിങ്ങളെ സംരക്ഷിക്കുന്നവരാണ്. BJP എവിടെ മത്സരിക്കുന്നുണ്ടോ, കോൺഗ്രസിന് എവിടെ പ്രാതിനിധ്യമുണ്ടോ
അവരിവിടെ പോയി മത്സരിച്ച് മുസ്ലിങ്ങളെ സംരക്ഷകരെന്നുള്ള ആ വ്യാജ മുഖം മൂടി കാണിച്ച് മുസ്ലിം വോട്ടിനെ ഭിന്നിപ്പിച്ച് BJP ജയിപ്പിക്കുന്ന തന്ത്രം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. JPC-യുടെ യോഗം കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നത്. ഇവർക്കൊന്നും ആർക്കും ശത്രുതയില്ല. ശത്രുത നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കാണ് ശത്രുത. ഇവർക്കറിയാം വഖഫ് ബോർഡ് ബില്ല് പാസ്സാകണമെന്നുള്ളതും അവരുടെ ഒക്കെ ആവശ്യമാണ്. ഈ അസറുദ്ദീൻ ഒവൈസിയെ പോലുള്ള കള്ളന്മാരുടെയൊക്കെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഈ ക്രിസ്ത്യാനികളിൽ നല്ല ക്രിസ്ത്യാനികൾ ഒരുപാട് മാറി നിൽക്കുമ്പോഴും കാസിയെ പോലുള്ള ക്രിസ്ത്യാനി സമൂഹത്തിലും അവരുടെ മേലധ്യക്ഷന്മാരെ നടക്കുന്ന ആളുകൾക്കും ഒരു അജണ്ടയുണ്ട്. ഇതൊക്കെ കൈപ്പറ്റിക്കൊണ്ട് നടക്കുന്ന അജണ്ടയാണ്. ചില കാര്യങ്ങൾ കൈപ്പറ്റിക്കൊണ്ട് നടക്കുന്ന അജണ്ടയാണ്. അത് നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കുകയേ ചെയ്യുള്ളൂ. സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ഈ കേരളം. ആ കേരളത്തിന്റെ സമാധാനത്തെ കെടുത്താൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് ഈ സംഘപരിവാർ സംഘടനകൾ. മനസ്സിലായിട്ടുണ്ടോ? ഇനിയെങ്കിലും ബോധത്തോടുകൂടി ഇരുവിഭാഗങ്ങളും, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അതുപോലെ ഹിന്ദുക്കളും, നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളുണ്ട്. എല്ലാ ഹിന്ദുക്കളും RSSകാരില്ല, എല്ലാ RSSകാരും ഹിന്ദുക്കളും അല്ല. എനിക്ക് അങ്ങനെ പറയാനുള്ളൂ. യഥാർത്ഥ ഹിന്ദു സംസ്കാരം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഒരു സംഘപരിവാർ മനസ്സുണ്ടാവില്ല. മനസ്സിലായിട്ടുണ്ടോ? ഇതെനിക്കിത് പറയണം തോന്നിയതിന്റെ കാരണം പരസ്പര സ്നേഹത്തോടെ ഒരു വിരോധവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലാണ് വർഗീയത കൊണ്ട് കയറ്റി തരുന്നത്. മനസ്സിലായിട്ടുണ്ടോ? എത്ര സംഘടിതമായിട്ടാണ് അവർ ചില ആസൂത്രണങ്ങൾ പ്ലാൻ ചെയ്തിട്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതിനേക്കാളും വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നില്ലേ? ഉണ്ടോ? മലയോര കർഷകരായിട്ടുള്ള പാവം ക്രിസ്ത്യൻ സമൂഹമാണ് ഏറ്റവും കൂടുതലുള്ളൂ അല്ലേ? എത്ര പേര് വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ മരിക്കുന്നുണ്ട്. അതിനെതിരായിട്ട് ഈ സംഘപരിവാർ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ വേണ്ടി ഒരു ജാഥ, ഒരു പദയാത്ര നടത്തിയിട്ടുണ്ടോ? ഉണ്ടോ? അല്ലാതെ എത്ര വിഷയങ്ങൾ ഈ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെയും മുസ്ലിങ്ങളെ അവരുടെ വിരോധികളാണല്ലോ. ഈ ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നടന്ന വിഴിഞ്ഞം തുറമുഖത്ത് നടന്ന സമരം, അതിൽ BJPക്ക് എന്തുമാത്രം, അത് ക്രിസ്ത്യൻ സമൂഹമാണ് ഏറ്റവും കൂടുതൽ മുന്നിലുണ്ടായിരുന്നത് അല്ലേ? എന്ത് സംഭാവന നിങ്ങൾക്ക് തന്നു? അവര് എന്ത് തന്നു? കുടിയൊഴിപ്പിക്കപ്പെട്ടവരിലെ അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഏതെങ്കിലും ഒരു BJP നേതാവ് ഉണ്ടായിരുന്നോ കേരളത്തിൽ? അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ഉണ്ടായിരുന്നു? മുനമ്പത്ത് വന്നിപ്പോൾ അവർ മുന്നിൽ നിൽക്കുന്നുണ്ടല്ലോ. അവർക്കതിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, രാഷ്ട്രീയ മുതലെടുപ്പുണ്ട്. മുനമ്പത്തുള്ളവർക്ക് നീതി കിട്ടണം. മുനമ്പത്ത് താമസിക്കുന്ന എല്ലാവർക്കും നീതി വേണം, നീതി കിട്ടണം. അത് ഞങ്ങളുടെയും കൂടി ആവശ്യമാണ്. ഈ കേരളത്തിന്റെ ആവശ്യമാണ്. കേരളം ഭരിക്കുന്ന സർക്കാരിന്റെ ആവശ്യമാണ്. അവരും അതിൽ ഇടപെട്ടിട്ടുണ്ട്. പക്ഷെ അതില് കുളങ്കലയ്ക്ക് മീൻ പിടിക്കാൻ നടക്കുന്ന ഈ സംഘപരിവാറിന്റെ ഹിഡൻ അജണ്ട നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപം. ഇത് നിങ്ങൾ മാറ്റി പറയും ഒരു ദിവസം. ഇത് നിങ്ങൾ മാറ്റി പറയും, ഉറപ്പാണ്. നമ്മുടെ ഈ ഭൂമിയിൽ, ഈ ലോകത്ത് സത്യം എന്നുള്ളത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ക്രിസ്ത്യൻ സമൂഹം മാറ്റി പറയും. ഇവര് തള്ളിപ്പറയും. കാരണം ഇവരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവര് കുളങ്കലയ്ക്ക് മീൻ പിടിക്കാൻ നടക്കുന്ന ആളുകളാ. സമാധാനത്തോട് രണ്ടുപേര് തമ്മിൽ നല്ല സൗഹൃദം ഉണ്ടെങ്കിൽ ഈ ജൂതന്റെ സ്വഭാവം എങ്ങനെയാണെന്നറിയോ? ഈ ജൂതന്മാരുടെ സ്വഭാവം, ജൂതന്മാർക്ക് പൊതുവെ ലോകത്ത് എവിടെ പോയാലും ചൂഷണം ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു സമാധാനത്തുള്ളവരുടെ സമാധാനം നശിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ സ്വഭാവം. ഇപ്പൊ രണ്ട് നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അതിന്റെ ഇടയിൽ ഒരു ജൂതം വന്ന് കയറും. ജൂതനുള്ള ഒരു പ്രത്യേക കഴിവെന്താ അറിയോ? അവൻ മുസ്ലിമായിട്ട് ജീവിക്കും, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കും, ഹിന്ദുവായിട്ട് ജീവിക്കും. അത് കംപ്ലീറ്റ് പഠിച്ച് അവൻ അതിലേക്ക് ഇറങ്ങിച്ചെല്ലും. ഒരു ചാരനായിട്ടാണെങ്കിലും അവിടെ കുത്തിത്തിരിപ്പുണ്ടാകും. അതുപോലെ രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ ഒരു ജൂത സുഹൃത്തും കയറിയാൽ മതി. ഈ രണ്ട് സുഹൃത്തുക്കൾ ആജീവനാന്ത ശത്രുക്കളായി മാറും. അതുപോലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ലോകം മൊത്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഇസ്ലാമോഫോബിയുടെ ഭാഗമായിട്ട് ലോകം മൊത്തം ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കുക, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ ഇതൊരു ഒരു ആഗോള അജണ്ടയാണത്. ആ അജണ്ടയിൽ പെട്ടുപോവാണ് നമ്മുടെ സാധാരണപ്പെട്ട മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ. എല്ലാ മതത്തിലും ഉണ്ട്. അപ്പൊ ഞാനീ പറഞ്ഞു വന്നത്, കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മുസ്ലിങ്ങളോട് ശത്രുത തോന്നാൻ മാത്രമുള്ള ഒരു തരത്തിലുള്ള പ്രശ്നവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇന്ന് വരെ. ഈ നിമിഷം വരെ ഒരു സംഘർഷങ്ങളോ ഒരു സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലോ ഒരു മിഷണറിമാർക്കെതിരായിട്ടോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കെതിരായിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല. പരസ്പര സഹോദര മതങ്ങളായി ജീവിക്കുന്ന, സമാധാനത്തോടെ ജീവിക്കുന്ന ആ മതവിഭാഗത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ ബൈബിൾ വചനം വീണ്ടും ഞാൻ അടിവരയിട്ട് ഉച്ചരിച്ച് പറയുന്നു, ഇന്ന് ഞാൻ നാളെ നീ. ഇന്നിപ്പോ വഖഫ് ബില്ല് അനുകൂലിക്കാൻ വേണ്ടി എല്ലാ MP-മാരും വോട്ട് ചെയ്യണം പറഞ്ഞ KCBC പോലുള്ള സംഘടനകളെ നിങ്ങളൊന്നും മനസ്സിലാക്കുക. ഈ RSSന്റെ ഓർഗനൈസറിൽ വന്നിട്ടുള്ള ആ ലേഖനം നിങ്ങൾ തള്ളിക്കളയേണ്ട. അത് നിങ്ങൾക്കുള്ള സൂചനയാണ്.
ഞങ്ങൾ നിങ്ങളെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ വഖഫ് ബോർഡിന്റെ കാര്യം വരുമ്പോൾ അവരൊരിക്കലും ഒരു സ്വത്ത് വിവരക്കണക്ക് അവർ പുറത്തുവിട്ടിരുന്നില്ല. നിങ്ങളത് മനസ്സിലാക്കുക. അവര് ഇന്ത്യയിലുള്ള വഖഫ് ബോർഡിന്റെ സ്വത്ത് വിവര കണക്കുകൾ അവർ പുറത്തുവിട്ടില്ല. ആ പുറത്തുവിടാനുള്ള കണക്കുകളില്ല. പക്ഷെ നിങ്ങളുടെ കണക്കുകൾ വ്യക്തമായി അവർ പുറത്തുവിട്ടിട്ടുണ്ട്, അടിവരയിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അതൊരു സൂചനയാണ്. നാളെ നിങ്ങൾ കരയുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ, കാരണം നിങ്ങൾ ചെറിയ ന്യൂനപക്ഷമാണ് ഇന്ത്യ രാജ്യത്തിൽ, അല്ലേ? പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഐക്യവും അഖണ്ഡയും കൊണ്ടാണ് നമ്മളെല്ലാവരും സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകുന്നത്. അന്ന് നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ കേരള സമൂഹം പോലും ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അപ്പം ഈ പറയും, ഇപ്പം നമ്മുടെ രമേശ് ചെന്നിത്തല സാറും സഖാവ് പിണറായി വിജയനും അതുപോലെ ഇടതുപക്ഷവും വലതുപക്ഷവും മാറി മാറി പറയുന്നുണ്ട് ഇത് നിങ്ങളെ ചതിക്കാനുള്ള ചതിയാണെന്ന്. ഈ പറയുന്നവരെ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്. ഈ സംഘപരിവാർ നിങ്ങളുടെ ഇടയിൽ നിന്നും കൂട്ടിയിടിപ്പിച്ച് ചോരയും കുടിച്ച് അവരവരുടെ കാര്യം നടത്തിപ്പോവും. 2 ആടുകളെയും കൂട്ടിയിടിപ്പിച്ച് ചോര നക്കി നക്കി കുടിച്ചിട്ട് അവരിവിടുന്ന് സ്റ്റാൻഡ് വിടും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഈ കേരളത്തിൽ ഇടതും വലതും മാത്രം ഉണ്ടാവുള്ളൂ. അത് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന, നിങ്ങൾക്ക് തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന വാളായി മാറും വരും. അതിൽ ആരും സംശയം വേണ്ട. മനസ്സിലായിട്ടുണ്ടോ? ഇവരുടെ സ്നേഹം കാപട്യമാണ്, കാപട്യം നടന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ നടന്ന ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന, അല്ലെങ്കിൽ മണിപ്പൂരിലെ ക്രിസ്ത്യാനികൾക്കെതിരെ നടന്ന അക്രമങ്ങളിൽ നിങ്ങളെ സ്നേഹിക്കുന്ന, തലോലിക്കുന്ന RSSന്റെ പ്രചാരകനായിരുന്ന ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു വാക്ക് അപലപിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. കാരണം അവർക്ക് അതിനായിട്ടുള്ള ഒരു അജണ്ടയുണ്ട്. മനസ്സിലായിട്ടുണ്ടോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ടത് ക്രിസ്ത്യൻ സമൂഹമാണ്. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഏറ്റവും കൂടുതൽ ആക്രമണത്തിനിരയായിട്ടുള്ള മിഷണറികളാണ്, ക്രിസ്ത്യൻ മിഷണറികളാണ്. എത്ര നമ്മുടെ കന്യാസ്ത്രീ സഹോദരിമാരെ ഇവര് ബലാത്സംഗം ചെയ്തിട്ടുണ്ട്? എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഇല്ലേ? ഏതെങ്കിലും മുസ്ലിം മത മൗലികവാദികളോ മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളുകളെ ഈ വക പ്രവർത്തികൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യ രാജ്യത്ത് ക്രിസ്ത്യാനികൾക്കെതിരായിട്ട്? ഇല്ലല്ലോ. പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് ഇത്രമാത്രം വൈരാഗ്യം വരേണ്ട കാര്യം, വിരോധം വരേണ്ട കാര്യം? വൈരാഗ്യമില്ല, വിരോധം വരേണ്ട കാര്യം. ഹിന്ദുക്കൾക്കെതിരെ പ്രതികരിക്കാൻ BJP മാത്രമേ ഉള്ളൂ. കേരളത്തിൽ എവിടെയുണ്ട് സഹോദര BJP? ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും, ഇവിടെ ഒരു ഹിന്ദുവിന് പ്രശ്നം വന്ന അവിടുത്തെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടാവും. ഇവിടുത്തെ ഒരു മുസ്ലിമിന് പ്രശ്നം വന്ന കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഉണ്ടാവും. അതാണ് കേരളത്തിന്റെ ഒരു ഐക്യം. അത് തകർക്കാനാണ് ഈ സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് മരിച്ചത് 2 ഹൈന്ദവ സഹോദരന്മാരാണ്. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സഹോദരന്മാരാണ് 2 പേര് മരിച്ചത്. മനസ്സിലായിട്ടുണ്ടോ? ഇവിടെ ഹിന്ദുക്കൾക്കും ചോദിക്കാൻ ആളുണ്ട്, മുസ്ലിങ്ങളും ചോദിക്കും, ക്രിസ്ത്യാനികളും ചോദിക്കും. ഈ പറഞ്ഞ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പ്രശ്നം വന്ന ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ഹിന്ദു സഹോദരന്മാർ ചോദിക്കും. അതിന് RSSന്റെ അട്ടിപ്പേറാവകാശം ഏറ്റെടുത്തുകൊണ്ട് RSSന്റെ തെറ്റൂരൊന്നും ഇവിടെ ആവശ്യമില്ല, BJPയുടെ തെറ്റൂരും ആവശ്യമില്ല. അതൊക്കെ നിങ്ങളുടെ തോന്നലാണ്. ഞങ്ങളാണ് ഇവരുടെ സംരക്ഷകരെന്ന്. ഇന്ത്യ രാജ്യത്തിലെ 1.5 കോടി RSSകാർ മാത്രമല്ല ഈ 187 കോടി ഹിന്ദുക്കളുടെ അട്ടിപ്പാറാവകാശം പേറി നടക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? RSSന്റെ 1.5 കോടി അല്ലെങ്കിൽ 2 കോടി സംഘടനയിൽപ്പെട്ട മെമ്പർമാരോ അല്ലെങ്കിൽ അംഗങ്ങളല്ല ഇന്ത്യയിലുള്ള 87 കോടി ഹിന്ദുക്കളുടെ സംരക്ഷണാവകാശം ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ഈ BJP പോലും വെറും 37% വോട്ടിലാണ് ഇപ്പൊ ജയിച്ച്. ഇപ്പൊ അതുമില്ല. മനസ്സിലായിട്ടുണ്ടോ? ബാക്കി 67% അപ്പുറത്ത് നിൽക്കുകയാണ്. എന്നിട്ടും ഈ തള്ളിന് ഒരു കുറവില്ലാത്ത ഒരൊറ്റ പേരാളൂ അവർക്ക്, സംഘികള്. നിങ്ങൾ ജീവിതത്തിൽ നിന്ന് തള്ളിക്കൊണ്ടിരിക്കും. ഇന്ത്യയിലെ നല്ല ഹിന്ദുക്കൾ മൊത്തം ഒന്നിച്ചാലുണ്ടല്ലോ, നിങ്ങൾ ഒലിച്ചുപോകും. അത്രേ ഉള്ളൂ. നിങ്ങൾ ഒലിച്ചുപോകും. കുതിവെട്ടിലൂടെയും നല്ല രീതിയിൽ ഭരിക്കുന്ന എല്ലാ സംസ്ഥാന സർക്കാരിനെയും കാശ് കൊടുത്തിട്ടും എല്ലാ കൂട്ടിക്കൊടുപ്പും ചെയ്തിട്ടല്ലേ നിങ്ങൾ ഈ ഭരണം പിടിച്ചെടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ എവിടെയെങ്കിലും വോട്ട് ചെയ്ത് നിങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ടോ നല്ല രീതിയിൽ? കഴിഞ്ഞ പ്രാവശ്യം കർണാടകയിൽ ചെയ്തെന്നാണ്, ഗോവയിൽ ചെയ്തെന്നാണ്, ആന്ധ്രാപ്രദേശിൽ ചെയ്തെന്നാണ്, ഈ പറഞ്ഞ പോണ്ടിച്ചേരി ചെയ്തെന്നാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും നല്ല രീതിയിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത സർക്കാരിനെ അട്ടിമറിക്കുകയല്ലേ ചെയ്തത്. അല്ലാതെ നിങ്ങൾക്ക് എവിടെ ആശയം പറയാനുണ്ട്? കുറെ കാശുണ്ട്, കാശും കൊണ്ട് നിങ്ങൾക്ക് എന്ത് നേടാന്നുള്ള തെമ്പല്ലേ. ഇന്ത്യയിലുള്ള ഈ പറയുന്ന 33-37% സംഘപരിവാറുകാരും BJPക്കാരും മാത്രമല്ല ഇന്ത്യ രാജ്യത്ത്. ബാക്കി 67% അപ്പുറത്ത് നിൽക്കുകയാണ്. അവരിന്ന് ആഞ്ഞു തുപ്പിയ ഒലിച്ചു പോകുന്ന ആളുകളെ ഉള്ളൂ നിങ്ങൾ. അപ്പുറത്ത് നിൽക്കുന്ന 67% ഇന്ത്യക്കാരുണ്ടല്ലോ, അവരിന്ന് ആഞ്ഞു തുപ്പിക്കഴിഞ്ഞാല് ഒലിച്ചു പോകേണ്ടതേ ഉള്ളൂ നിങ്ങൾക്ക്. ഹലോ.